ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിന്ദു നിങ്ങളുടെ മുന്നിൽ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ റെസിപ്പിയായിട്ട്. ഇത് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ്. ഈ ചിക്കൻ കറി ബാച്ചിലേഴ്സിനും പിന്നെ ഓഫീസിൽ പോകുന്ന ആൾക്കാർക്കും ഒക്കെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ്. വളരെ മിതമായിട്ടുള്ള എന്താ പറയുക, ഇൻഗ്രീഡിയൻസ് ഇതിലുള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ വീഡിയോയ്ക്ക് പോവാം. ആദ്യം തന്നെ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചട്ടി ചൂടാവണം. ചട്ടി ചൂടായാൽ അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മളൊരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വറ്റൽ മുളക് കട്ട് ചെയ്തത് ഇടുക. അതിനുശേഷം ഒരു 3 സവോള, ഒരു മീഡിയം സവോളയാണ്, 3 എണ്ണം. ഉള്ളി ഒന്ന് വേഗം വാടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി പച്ചമുളക് ചേർക്കാം. നമുക്ക് ഒരു 3 പച്ചമുളക്. ഇപ്പോൾ ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഒരു ഇളം ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് ഇനി ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ മണം മൂക്കിൽ കയറുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. ഒരു വലിയ തക്കാളി ആണെങ്കിൽ 2 തക്കാളി, ചെറുതാണെങ്കിൽ 3 എണ്ണം. തക്കാളി ചേർത്തിട്ട് നല്ലോണം വഴറ്റി തക്കാളി ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് മാഷായി വരണം. കുറച്ച് നേരം നമ്മൾ ഈ പാത്രം അടച്ചിട്ടാൽ നമുക്ക് ഇത് വേഗം വാടിക്കിട്ടും. തക്കാളി ഉള്ളിയും ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം അടച്ചിടാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്നും കൂടി വഴന്ന് വരട്ടെ, ഒന്നും കൂടി ആവണം. ഒരു പ്രാവശ്യം കൂടി നമുക്ക് അടച്ചിടാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഒക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, പിരിയമുളകിൻ്റെ പൊടി 2 ടീസ്പൂൺ, എരിവുള്ള മുളകിൻ്റെ പൊടി 1 ടീസ്പൂൺ, മുളക് മൂത്തതിൻ്റെ മണം ഞാൻ ചുമയ്ക്കണു. ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഞാനിതിപ്പോൾ ഒരു 2 കിലോ ചിക്കൻ വൃത്തിയാക്കിയിട്ട് വാങ്ങിച്ചതാണ്.
ഇനി 1 കപ്പ് വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ 2 ടീസ്പൂൺ എന്നാണ് ഞാൻ പറഞ്ഞു പോയത്, സോറി, ടേബിൾ സ്പൂണാണ്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, അങ്ങനെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് അടച്ചിട്ടിട്ട് വേവിക്കാം. ഇത് എളുപ്പം വേവണമെന്നുണ്ടെങ്കിൽ ഒറ്റ സ്റ്റീം കുക്കറിൽ, ഒറ്റ സ്റ്റീം. ഇനി ഇത് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിത് അടച്ചിട്ടിട്ട് വേവിക്കാം. നമുക്കിത് തുറന്ന് ഒന്ന് ഇളക്കി നോക്കാം. ചിക്കനിൻ്റെ നല്ല മണം. ഒരു പകുതി വേവായിട്ടുണ്ട് ഇപ്പോൾ. ഇനി ഒരു പകുതിയും കൂടി വേവണം. നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പൊക്കെ പാകം. ഇനി കുറച്ച് നേരം കൂടി നമുക്ക് അടച്ചിട്ട് വേവിക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് മല്ലിയില, ധാരാളം മല്ലിയില ഉണ്ടാവും. അതുപോലെ കറിവേപ്പില. അങ്ങനെ നമ്മൾ ചിക്കൻ കറി റെഡിയായി. എത്ര എളുപ്പമല്ലേ? ഇതാണ് നമ്മളെ ചിക്കൻ കറി, ഈസി ചിക്കൻ കറി. ഇനി നമുക്ക് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അങ്ങനെ നമ്മളുടെ സ്വാദിഷ്ടമായ ഈസി ചിക്കൻ കറി റെഡിയായിരിക്കുകയാണ്. ഇത് നമുക്ക് വെള്ളപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം. നല്ല സ്വാദിഷ്ടമായുള്ള ചിക്കൻ കറിയാണ്. എല്ലാവരും പരീക്ഷിക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് തരണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.